എന്നിട്ടും ഇപ്പോഴും ആ പാർട്ടിയുടെ സമീപനം എന്താണ്? സമാധാന കമ്മിറ്റി യോഗത്തിൽ പോകുന്നു, കോടിയേരി ബാലകൃഷ്ണനുമായി സംസാരിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് കോടിയേരിയുടെ വീട്ടിനടുത്തുള്ള ചില സ്വയംസേവന്മാർ തലശ്ശേരി കാര്യാലയത്തിൽ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. നിങ്ങൾ ഏതായാലും ചർച്ചയ്ക്ക് പോകുന്നല്ലേ, ചില കാര്യങ്ങൾ പറയണം. 10-20 സ്വയംസേവന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സ്വയംസേവനാണ് മരിച്ച സുരേഷ് ബാബു. കഴിഞ്ഞ കുറെ കാലമായി അവിടെ ശാഖയെടുക്കാൻ സമ്മതിക്കുന്നില്ല. സംഘസ്ഥാൻ അതിന് തൊട്ടടുത്തുള്ള ഒരാളുടെ സംഘസ്വയംസേവന്റെ അവരുടെ പറമ്പിലാണ് ശാഖയെടുക്കുന്നത്. പക്ഷെ സംഘസ്ഥാനിൽ സ്വയംസേവന്മാർ 4-5 പേര് വരുമ്പോഴത്തേക്ക് 10-50 പേര് വന്ന് ബോംബെറി ശാഖയെടുക്കാൻ സമ്മതിക്കില്ല. ഒരിക്കൽ സഹികെട്ട് ഓരോ ശാഖയിൽ നിന്നുള്ള 10-25 സ്വയംസേവന്മാർ ഓരോ ദിവസം ആ സംഘസ്ഥാനത്തിൽ പോയി ശാഖയെടുത്തു. എന്നിട്ടും പിടിച്ചു. അവിടെ 10-40-50 സ്വയംസേവന്മാരുണ്ട്. ഈ വെല്ലുവിളിയും ഭീഷണിയുമെല്ലാം ഉണ്ടായിട്ടും അവരുടെ ശാഖയെടുക്കാൻ വേണ്ടി വന്ന ഒരു സ്വയംസേവനെ കഴിഞ്ഞ വർഷം ആ സംഘസ്ഥാൻ എടുത്തുവെച്ച് വെട്ടിക്കൊന്നിട്ടും അവർ ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ കോടിയേരി മന്ത്രിയായതിനു ശേഷം അവരോട് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി കോടിയേരിയുടെ മരുമകൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, സോമൻ എന്നാണ് മരുമകന്റെ ബ്രാഞ്ച് സെക്രട്ടറി, ഇനിയിപ്പോ പഴയതുപോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ, അതുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിനി മുതൽ 1-ൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് നടക്കാൻ പാടില്ല. ഉത്തരവ് 1. രണ്ടാമത്തെ ഉത്തരവ്, കോടിയേരി ഇടക്ക് വീട്ടിൽ വരികയും പോവുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ആരെയും വഴിയിൽ കാണാൻ പാടില്ല. മൂന്നാമത്തെ ഉത്തരവ്, അദ്ദേഹം അപൂർവം ചില അവസരങ്ങളിൽ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നിങ്ങളാരും വീട്ടിൽ താമസിക്കരുത്, അന്ന് നാട്ടിലുണ്ടാകാൻ പാടില്ല. തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. തമ്പുരാൻ എഴുന്നള്ളുമ്പോ വഴിയിലാരും നിൽക്കാൻ പാടില്ല. തമ്പുരാൻ പള്ളി ഉറങ്ങാൻ വരുമ്പോ അടിയാളന്മാർ നാട്ടിൽ പോലും നിൽക്കാൻ പാടില്ല. പഴയകാലത്ത് നാട്ടിൽ നിൽക്കാമായിരുന്നു, നാട്ടിൽ പോലും നിൽക്കാൻ പാടില്ല. എന്നിട്ട് ആ സ്വയംസേവന്മാർ പറഞ്ഞു, പറയണം കോടിയേരിയോട്. ആ കോടിയേരിയുടെ ശിഷ്യന്മാർ, മരുമക്കൾ, ബ്രാഞ്ച് നേതാക്കന്മാർ, ബ്രാഞ്ച് തമ്പുരാക്കന്മാർ ഞങ്ങൾക്ക് തന്ന ഉത്തരവിതാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? കോടിയേരിയുമായി സംസാരിക്കുമ്പോൾ ആദ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താണ് ഞങ്ങളുടെ ആളുകൾ അനുഭവിക്കുന്നത്, നിങ്ങളുടെ നാട്ടിൽ അനുഭവിക്കുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ മരുമകൻ ബ്രാഞ്ച് സെക്രട്ടറി ഞങ്ങളുടെ ആളുകൾ കൊടുത്ത ഉത്തരവിതാണ്, നിങ്ങൾ വരുമ്പോൾ നാട്ടിൽ നിൽക്കാൻ പാടില്ല. 1-ൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് നടക്കാൻ പാടില്ല. ഒരു കല്യാണത്തിന് 3 പേര് അതിൽ 3 പേർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവരോട് പോയിട്ട് പറഞ്ഞു പോലും, നിങ്ങളോടല്ലേ ഒരുമിച്ച് നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരുമിച്ചാണോ ഭക്ഷണം കഴിക്കുന്നത്, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് കല്യാണ വീട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഒരുമിച്ചിരുന്നത് അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല. അവരാകെ ചെയ്തു പോയത് ഈ തമ്പുരാക്കന്മാരുടെ നാട്ടിൽ സംഘത്തിൽ വിശ്വസിച്ചുപോയി, സംഘാദർശത്തിൽ വിശ്വസിച്ചുപോയി എന്നത് മാത്രമാണ് അവർ ചെയ്ത കുറ്റം. ഇതുപോലെ ഒരുപാട് സ്വയംസേവന്മാർ ഒരുപാട് സ്ഥലങ്ങളിൽ മനുഷ്യനായി ജീവിക്കാൻ അവർക്ക് അവകാശമില്ല. വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, ഒരുമിച്ച് നടക്കാൻ സാധിക്കുന്നില്ല, വിശ്വസിക്കുന്ന ആദർശത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല, കുറി തൊട്ടുകൂടാ, അമ്പലത്തിൽ പോയിക്കൂടാ. ഇതൊക്കെ അനുഭവിക്കുന്ന സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. ഇപ്പോ ചാനൽ ചർച്ചകളിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തിക നായകനായി വരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ നാട്ടിലാണ് സംഭവം. ഇതിന് തൊട്ടടുത്ത സ്ഥലമാണ് കതിരൂർ എന്ന് പറയുന്ന പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ കിഴക്കേ കതിരൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ധാരാളം സ്വയംസേവന്മാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഓരോ സ്വയംസേവകനെയും മാറ്റാൻ വേണ്ടി അവിടെ നടത്തിയ പ്രവർത്തനം, വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ കല്യാണം മുടക്കിക്കൊണ്ട് ഒരു കുടുംബനാഥൻ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക? ആ മകളുടെ ഒരു അന്വേഷണവുമായി വരുന്ന സമയത്ത് ആ വീട്ടിലോ ആ പെണ്ണോ വെറുതെ നശിക്കണ്ടേ എന്ന് കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുന്നവരോട് നാട്ടുകാർ പറഞ്ഞാൽ ആരവിടെ പോകും?
അങ്ങനെ 4-5 വീടുകളിൽ ഈ നേതാവിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളത് സ്വയം സേവനാണ്. അച്ഛൻ മാർക്സിസ്റ്റുകാരാണ്. പക്ഷെ അയാളെ ആ വീട്ടിൽ വരാൻ സമ്മതിക്കില്ല. വന്നാൽ അയാളെ അടിക്കും. അയാളതുകൊണ്ട് അമ്മ വീട്ടിൽ തൊട്ടടുത്ത പത്തായക്കുന്ന്, നമ്മളെ ഒരു സംഘത്തിന്റെ ഒരു കേന്ദ്രമാണ്, പൊങ്കച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അതിനടുത്തടുത്ത സ്ഥലമാണ്. 6 കൊല്ലം വീട്ടിൽ വരാൻ സമ്മതിച്ചില്ല. അച്ഛനെയും അമ്മയെയും കാണാൻ സ്വന്തം വീട്ടിൽ വരാൻ സമ്മതിച്ചില്ല. അവസാനം ഒരു ഓണത്തിന്റെ തലേന്ന് മാർക്സിസ്റ്റുകാരനായ അച്ഛൻ നാണുവാട്ടൻ ഈ ജയരാജനോട് പോയി ചോദിച്ചു, നാളെ ഓണല്ലേ, പ്രശാന്ത് ഒന്ന് വീട്ടിൽ വന്നോട്ടെ എന്ന്. അപ്പൊ തമ്പുരാൻ പറഞ്ഞത്, അവനൊന്ന് ഇവിടെ വന്നങ്ങനെ ഓണം ഉണ്ണണ്ടാന്ന്. ആ അച്ഛൻ കരഞ്ഞുകൊണ്ടാണ്, അയാൾ ജന്മന ഈ ജയരാജനേക്കാളും 50 വർഷം മുമ്പേ കമ്മ്യൂണിസ്റ്റുകാരനാണ്. സ്വന്തം മോനൊന്നു ഓണമൊന്ന് വീട്ടിൽ വന്ന് ഉണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് അവനൊന്നും വീട്ടിൽ വന്ന് ഓണം ഉണ്ടണ്ട എന്നാണ് പറഞ്ഞത്. അപ്പൊ അച്ഛൻ ചോദിച്ചു നോക്ക്, ഞാനൊന്ന് വരണം എന്ന് പറഞ്ഞപ്പോ വന്നിട്ട് പിന്നെ ഓണത്തിനൊരു പ്രശ്നം വേണ്ട, അച്ഛൻ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് മകൻ അയച്ചതാണ് അച്ഛനെ. അച്ഛൻ പോയിട്ട് മോനോട് പറഞ്ഞത്, മോൻ വരണ്ടെന്ന്. ആ മകൻ എന്ത് ചെയ്യണം? ആ മകന്റെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യണം? എനിക്ക് എന്റെ വീട്ടിൽ പോയി ഓണം ഉണ്ണാൻ സാധിക്കില്ലെങ്കിൽ, അങ്ങനെയൊക്കെയാണ് ചിലര് അങ്ങനെ ഓണം കൊണ്ട് സുഖിക്കണ്ടെന്ന് തീരുമാനമൊക്കെ ഉണ്ടാവുന്നു. അതൊന്നും ഒരു ഗൂഢാലോചനയൊന്നും വേണ്ട. ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, വീട്ടിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ, അച്ഛനെയും അമ്മയെയും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരു പാർട്ടി കേന്ദ്രത്തിന്റെ നടുവിൽ ഈ സംഘത്തിൽ വിശ്വസിച്ചു പോയി എന്നുള്ളതുകൊണ്ട് അവിടെ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ തൊട്ടപ്പുറത്ത് മാതൃഭൂമിയിൽ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടു കാണും. നേരത്തെ ഒരു മധുരാജ് എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ ജീവൻ പണയം വെച്ച ആ ഫോട്ടോ അദ്ദേഹം പോയി എടുത്തത്. ഒരു വീട്, അനിൽകുമാർ എന്ന സ്വയംസേവൻ, പി ജയരാജന്റെ വീട്ടിന്റെ തൊട്ടു മുമ്പിലുള്ള ഒരു സ്വയംസേവന്റെ വീട് പൂർണ്ണമായി തകർത്ത്, ആ വീട്ടിനുള്ളിൽ വീട്ടിന്റെ നടുവിലെ തകർത്ത് അവർ തെങ്ങ് നട്ടു. ആ തെങ്ങ് വളർന്നു. വീട്ടുടമസ്ഥന് വീട് കാണാൻ കഴിഞ്ഞിട്ടില്ല, തന്റെ തകർത്ത വീട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രദേശത്ത് പോയിക്കൂടാ. ഞങ്ങളൊക്കെ അന്ന് ചെല്ലുന്ന സമയത്ത് ആ തെങ്ങെങ്ങനെ വളർന്നു നിൽക്കുകയാണ്. വീട് തകർത്ത് വീട്ടിനുള്ളിൽ തെങ്ങ് നട്ടു. എന്നിട്ട് വീട്ടുകാരനെ അവിടെ പ്രവേശിപ്പിക്കുന്നില്ല. എന്തായിരിക്കും നിങ്ങളുടെ മാനസികം? നിങ്ങൾ എന്തും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എങ്ങനെ എത്തുന്നു? സ്വന്തം വീട്ടിൽ ആ വീടൊന്ന് പോകാൻ സാധിക്കാതെ ആ വീട് തകർത്ത വീട്ടിനുള്ളിൽ തെങ്ങ് വെച്ചിട്ട് ആ ദൃശ്യം പത്രത്തിൽ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഏതു മാനസികാവസ്ഥയിലെത്തും? CPM-ന്റെ ഓരോ ഗ്രാമങ്ങളിൽ അവിടെ ചില സ്വയംസേവന്മാർ ചേർന്നിട്ട് കിഴക്കേ കതിരൂർ തന്നെ അവിടുത്തെ ഒരു 10-30-40 പേര് ഈ ഭീഷണിയും പീഡനവും എല്ലാം സഹിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു. തലശ്ശേരി താലൂക്ക് കാര്യവാഹ് ഇപ്പോഴും പി ജയരാജന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരാളാണ് മനോജ്. അയാളൊക്കെ ഇപ്പോഴും പിടുത്തേക്കുന്നു, സംഘപ്രവർത്തനം നേതൃത്വം കൊടുക്കുന്നു. ജയരാജൻ അവിടുന്ന് വീട് മാറിപ്പോയി, ഇപ്പോ വേറെ സ്ഥലത്തേക്ക് പോയി. പക്ഷേ ആ സ്ഥലത്ത് ഇതുപോലെ നമ്മുടെ സ്വയംസേവന്മാർ കഷ്ടപ്പെട്ടു വാങ്ങിയ ഒരു സ്ഥലത്ത് ഒരു ചെറിയ സരിക എന്ന് പറഞ്ഞിട്ട് ഒരു സാംസ്കാരിക കേന്ദ്രമുണ്ട്. ആ സാംസ്കാരിക കേന്ദ്രത്തിൽ നമ്മുടെ സ്വയംസേവകരാൻ സമ്മതിക്കില്ല. ആ സാംസ്കാരിക കേന്ദ്രം നമ്മുടെ സ്വയംസേവർ അവിടെ കയറി അടിയാണ്. എന്നിട്ട് അവര് അതിനുള്ളിൽ കൈയടക്കി വെച്ചു. അതിന്റെ മേലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയിരുന്നു. സമാധാന കമ്മിറ്റിയൊക്കെ അതിനുശേഷമാണ് ധൈര്യത്തിലൂടെ പോയത്. അപ്പൊ അതിന്റെ മേലെ ഇപ്പൊ എഴുതി വെച്ചിരിക്കുകയാണ് സ്റ്റാലിൻ ബ്രദേഴ്സ് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വയംസേവന്മാരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ ഈ മുഷ്ക്, ഈ ഔദ്ധത്യം. അപ്പൊ അവിടുത്തെ തൊട്ടിപ്പുറത്തെ സ്വയംസേവന്മാർ പറഞ്ഞു, അതിന്റെ പരിസരത്തുള്ള വീടുകളിൽ ഓരോ വീടുകളിലും ഉള്ള ആളുകൾ അവരിപ്പോഴും സംഘത്തിൽ വിശ്വസിക്കുന്നു. സംഘാദർശം അവരുടെ ഉള്ളിലുണ്ട്. അവർ തൊട്ടപ്പുറത്തെ ശാഖയിൽ പോകുന്നു. പക്ഷെ അവർക്ക് സ്വന്തം നാട്ടിൽ ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല.